ആത്മാവിന്റെ പ്രത്യേകം ഇടപെടൽ വഴിയാണ് സുവിശേഷം വെളിപ്പെട്ട് കിട്ടുക. വിശുദ്ധ പൗലോസപ്പോസ്തലൻ ഈ കാര്യം വീണ്ടും ആവർത്തിക്കുന്നത് എഫേസ്യ ലേഖനം 3-ാം അധ്യായം 3 തൊട്ടുള്ള വചനം. ഞാൻ മുൻപ് ചുരുക്കമായി നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളതുപോലെ വെളിപാട് വഴിയാണ് രഹസ്യം എനിക്ക് അറിവായത്. അത് വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ രഹസ്യത്തെക്കുറിച്ച് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഉൾക്കാഴ്ച എന്തെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ സുവിശേഷത്തിന്റെ രഹസ്യം വെളിപ്പെട്ട് കിട്ടുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവിൽ നമുക്ക് പങ്കുകാരാകുവാനും അതോടൊപ്പം തന്നെ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കാനായിട്ടും സാധിക്കുക. ഈ സുവിശേഷത്തിന്റെ രഹസ്യം എല്ലാവർക്കും വെളിപ്പെട്ട് കിട്ടുന്നില്ലെന്ന് വിശുദ്ധ പൗലോസപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 3-4 തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: സുവിശേഷത്തിന്റെ രഹസ്യം മനസ്സിലാകാൻ പറ്റാത്തവണ്ണം ലോകത്തിന്റെ ആത്മാവ് അവരെ ബന്ധിച്ചിട്ടിരിക്കുന്നു. അതുകൊണ്ട് പുത്രൻ തമ്പുരാന്റെ രഹസ്യം, പിതാവിന്റെ മഹത്വം പരിശുദ്ധാത്മാവിലൂടെ ഇവർക്കത് വെളിപ്പെട്ട് കിട്ടുന്നില്ല. അപ്പോൾ സുവിശേഷത്തെ കുറിച്ച് സുവിശേഷം പറയുന്ന ഒരു വലിയ കാര്യമാണ് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 8 മുതലുള്ള വചനം. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിന്റെ ദൂതൻ അവരുടെ അടുത്തെത്തി. കർത്താവിന്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. 8 മുതൽ 14 വചനങ്ങളിൽ 14-ാമത്തെ വചനത്തിൽ പറയുന്ന ഇപ്രകാരമാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. സുവിശേഷത്തെ കുറിച്ച് സുവിശേഷം പറയുന്നത് ഇങ്ങനെയാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. സഹോദരങ്ങളെ, അന്ധകാരത്തിൽ പെട്ടവർക്ക്, മറവായിരിക്കുന്നവർക്ക് വെളിപ്പെട്ട് കിട്ടിയതാണ് സുവിശേഷം. അപ്പോൾ സുവിശേഷം വഴി ഈ ഭൂമിയിൽ 2 കാര്യങ്ങൾ സംഭവിക്കും. 1, ദൈവത്തിന് മഹത്വം. 2, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം. ഇന്ന് ഈ കാലയളവിൽ ഏത് വ്യക്തിയെ കണ്ടാലും സംസാരിച്ചാലും പറയും സുഖമാണോ എന്ന വാക്കിനർത്ഥം സുഖമാണെന്ന് പറയും. എന്നാൽ ദീർഘനിശ്വാസത്തോടെ എന്തൊരു സുഖമാണ് എന്ന് പറയുന്ന മറുപടിയാണ്. അതിന്റെ കാരണം സമാധാനമില്ലാത്തതാണ്. എന്തുകൊണ്ട് ഈ ഭൂമിയിൽ സമാധാനം ഉണ്ടാകുന്നില്ല? സമാധാനം ഉണ്ടാകാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം സുവിശേഷം ആ വ്യക്തിക്ക് വെളിപ്പെടേണ്ട രീതിയിൽ വെളിപ്പെട്ട് കിട്ടുന്നില്ല. അപ്പോൾ സുവിശേഷം ഒരു വ്യക്തിക്ക് വെളിപ്പെട്ട് കിട്ടിയാൽ ആ വ്യക്തിയിലൂടെ ഈ ഭൂമി 2 കാര്യങ്ങൾ സംഭവിക്കും. 1, ആ വ്യക്തിയിലൂടെ പിതാവാം ദൈവത്തിന് മഹത്വം. 2, ആ വ്യക്തിയിലൂടെ ആ വ്യക്തിക്കും ആ വ്യക്തി താമസിക്കുന്ന ജീവിക്കുന്ന ചുറ്റുപാടുകൾക്ക് സമാധാനവും ലഭിക്കുമെന്ന് സുവിശേഷം നമ്മളെ വെളിപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് സുവിശേഷം വെളിപ്പെട്ട് കിട്ടാത്തവന് സമാധാനമില്ല. നമ്മൾ ഈ കാലയളവിൽ ഒത്തിരി തരത്തിൽ സുവിശേഷങ്ങൾ കേൾക്കുന്നുണ്ട്, വചനങ്ങൾ വായിക്കുന്നുണ്ട്. പക്ഷേ പലർക്ക് സമാധാനം കിട്ടുന്നില്ല. ചിലർ ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് സുവിശേഷം വായിക്കുന്നത്, ചിലർക്ക് വ്യാഖ്യാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ചിലർക്ക് പല രീതിയിലും പലരും സുവിശേഷം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ സുവിശേഷത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാ സമാധാനം ഭൂമിയിലും സ്വർഗത്തിൽ ദൈവത്തിന് മഹത്വമാണ്. അതുകൊണ്ട് സുവിശേഷം സ്വീകരിക്കേണ്ട രീതിയിൽ സുവിശേഷം സ്വീകരിച്ചാൽ മാത്രമേ സമാധാനം ലഭിക്കുകയുള്ളൂ. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ സുവിശേഷം ഗബ്രിയേൽ മാലാഖ വഴി പരിശുദ്ധ അമ്മ സ്വീകരിച്ചു. അമ്മ സുവിശേഷം സ്വീകരിക്കാൻ വന്നപ്പോൾ തന്നെ ഇതാ മാലാഖ പറഞ്ഞൊരു വാക്ക് നമുക്ക് വളരെ ശ്രദ്ധേയമാണ്: കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം. സുവിശേഷവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 2 കാര്യങ്ങളാണ്. 1, കൃപയും. 2, സമാധാനം. യഥാർത്ഥ സുവിശേഷം കൃപയിലൂടെ ചൊരിയപ്പെടുമെന്ന് വിശുദ്ധ പൗലോസപ്പോസ്തലൻ തന്റെ ലേഖനങ്ങളിൽ വ്യക്തവും കൃത്യവുമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാത്ത ജീവിതങ്ങളാണ് സുവിശേഷത്തിന്റെ വെളിപ്പെടുത്തൽ നമുക്ക് തടസ്സമായിരിക്കുന്നത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചല്ലോ, സുവിശേഷം വഴി 2 കാര്യങ്ങൾ സംഭവിക്കുന്നു. 1, അത്യുന്നതനായ ദൈവത്തിന് മഹത്വം. 2, ഭൂമിയിൽ സമാധാനം.
അപ്പോൾ മനുഷ്യൻ ഇന്ന് സമാധാനം കിട്ടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം സുവിശേഷം വെളിപ്പെട്ട് കിട്ടാത്തതുകൊണ്ടാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ ദൈവത്തിന് കൊടുക്കാതെ സ്വയം എടുക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനത്തിൽ മനുഷ്യന്റെ തിന്മയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗമാണ് റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 18 മുതൽ 32 വരെയുള്ള തിരുവചനം. അതിൽ 28-ാമത്തെ വചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പോരായ്മയായിട്ട് കരുതി തൻ നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവൃത്തിക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. സുവിശേഷം വെളിപ്പെട്ട് കിട്ടാത്തതാണ് ഒരു വ്യക്തിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് സാധിക്കാത്തത്. ഇന്ന് ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പാപത്തെ ന്യായീകരിക്കുന്ന സ്വഭാവവും അതോടൊപ്പം തന്നെ ദൈവത്തെ അംഗീകരിക്കുന്നതിനുള്ള തടസ്സവുമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം സുവിശേഷം അവൻ വെളിപ്പെട്ട് കിട്ടുന്നില്ല. ഒരു വ്യക്തിക്ക് സുവിശേഷം വെളിപ്പെട്ട് കിട്ടാൻ സുവിശേഷം എങ്ങനെ സ്വീകരിക്കണം എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സുവിശേഷങ്ങൾ ആദ്യം എഴുതപ്പെട്ടത് മർക്കോസിന്റെ സുവിശേഷമാണല്ലോ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: കാലം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അപ്പോൾ സുവിശേഷം സ്വീകരിക്കാൻ സാധിക്കണമെങ്കിൽ, വചനം സ്വീകരിക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അനുതാപത്തിന്റെ വഴിയിലൂടെ കടന്നു വരിക എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് പഴയ നിയമത്തിൽ യെശയ്യാ പ്രവചനം 66-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം തിരുവചനത്തിൽ 2-ാമത്തെ തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ദൈവത്തിന്റെ വചനം എളിമയിലും അനുതാപത്തിലും സ്വീകരിക്കുന്ന വ്യക്തിയെയാണ് ദൈവം കടാക്ഷിക്കുക. അപ്പൊ സുവിശേഷം സ്വീകരിക്കുന്ന വ്യക്തിയെ ദൈവം കടാക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, സ്വർഗം അംഗീകരിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ഏത് വ്യക്തിയും ഏത് കോണിലിരുന്നു കൊണ്ടും സുവിശേഷം സ്വീകരിച്ചാൽ ആ സുവിശേഷം സ്വീകരിക്കുന്നവന് ദൈവം വിളിക്കുന്ന പേരുണ്ട്. ആ പേര് ഗബ്രിയേൽ മാലാഖ മറിയത്തെ വിളിച്ച അതേ പേരാണ്: കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം. സുവിശേഷം സ്വീകരിക്കുന്നവനെ സ്വർഗം അംഗീകരിക്കുന്നു. അവന് ദൈവം കൊടുക്കുന്ന സമ്മാനമാണ് കൃപയും സമാധാനം. മറിയം എളിമയോടുകൂടി വചനം സ്വീകരിച്ചു. അതോടുകൂടി അവൾക്ക് സംഭവിച്ച വലിയ പ്രത്യേകത, സുവിശേഷം അവൾ സ്വീകരിക്കുക വഴി സുവിശേഷത്തിന്റെ ഉടമയായിട്ട് അവൾ മാറ്റപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഏത് വ്യക്തിയും എളിമയോടുകൂടി അനുതാപത്തോടുകൂടി സുവിശേഷം സ്വീകരിച്ചാൽ സുവിശേഷം അവനിൽ മാംസം ധരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വചനം സ്വീകരിക്കുന്നവന്, സുവിശേഷം സ്വീകരിക്കുന്നവന് ദൈവം കൊടുക്കുന്ന അവകാശവും അധികാരവും ചെറുതല്ല, വലുതാണ്. ദൈവത്തിന്റെ മേലുള്ള അധികാരം, ദൈവത്തിന്റെ മേലുള്ള ഇടപെടലാണ് ഒരു വ്യക്തിക്ക് സുവിശേഷം വഴി ലഭിക്കുന്നത്. സുവിശേഷം സ്വീകരിക്കുന്ന വ്യക്തിയെ കുറിച്ച് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. മാർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ അത് വ്യക്തമാക്കുന്നു. 31 മുതലുള്ള തിരുവചനം: അവന്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു. ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു: നിന്റെ അമ്മയും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. അവൻ ചോദിച്ചു: ആരാണ് എന്റെ അമ്മയും സഹോദരങ്ങളും? ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു: ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരങ്ങളും. ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. 3-ാം അധ്യായം 35-ാമത്തെ വചനം നാം ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് ഒത്തിരി രഹസ്യങ്ങൾ അതിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടും. ഒന്ന്, ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നവനാണ് യേശുവിന്റെ സഹോദരൻ, സഹോദരി, അമ്മ. ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അത് എഴുതപ്പെട്ട വചനമാണ്. അത് നിറവേറ്റുന്നവന് ഇതാ ദൈവം പറയുകയാണ്, യേശു പറയുകയാണ്, സഹോദരൻ, സഹോദരി, അമ്മ. ഇത് മൂന്ന് അർത്ഥങ്ങളാണ്. ആരാണ് സഹോദരൻ? ആരാണ് സഹോദരി? ആരാണ് അമ്മ? കുടുംബത്തിലെ അംഗങ്ങളാണ് സഹോദരനും സഹോദരി, അമ്മ. സ്ഥാനത്തിന് വ്യത്യാസമുണ്ട്. അമ്മയെ സംബന്ധിച്ച്
നമ്മൾ മനസ്സിലാക്കണം, ഒരു കുഞ്ഞും അമ്മയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സഹോദരനും സഹോദരിയുമായിട്ടുള്ള ബന്ധമല്ല. അമ്മ കുഞ്ഞിന്റെ അവകാശവും അധികാരവുമാണ്. അമ്മയുടെ പ്രത്യേകത, അമ്മയുടെ ജീവൻ കൊടുത്ത്, അമ്മയുടെ സകലതും കൊടുത്ത്, സൗന്ദര്യം, കഴിവ്, ശക്തി ഇതെല്ലാം കൊടുത്ത് ആ കുഞ്ഞിനെ സ്വന്തമാക്കി അവൾ അധികാരവും അവകാശവും സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതാ യേശു പറയുകയാണ്, എന്റെ സുവിശേഷം, എന്റെ വചനം സ്വീകരിക്കുന്നവൻ എന്റെ അമ്മയായിട്ട് മാറും. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ നമുക്ക് സുവിശേഷത്തിന്റെ ഒരു ചെറിയ ഉയർച്ച നമുക്ക് കർത്താവിന്റെ പഠിപ്പിക്കലൂടെ കാണാൻ പറ്റും. യേശു സുവിശേഷം സ്വീകരിക്കാൻ വേണ്ടി വിളിക്കുന്നവന് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എന്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, പിന്നെ അവൻ തനിക്ക് ഇഷ്ടമുള്ളവരെ തന്റെ അടുക്കിലേക്ക് വിളിച്ചു. യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നത്, സുവിശേഷം സ്വീകരിക്കാൻ, വചനം സ്വീകരിക്കാൻ വരുന്നവൻ യേശുവിനാൽ വിളി ലഭിച്ചവനാണ്. അവൻ യേശുവിന്റെ പ്രിയപ്പെട്ടവനാണ്, തനിക്ക് ഇഷ്ടമുള്ളവനാണ്. എന്നാൽ യേശു ക്രിസ്തു സുവിശേഷം പറഞ്ഞത് എല്ലാവരോടും എല്ലാ കാര്യവും പറഞ്ഞില്ല. ചില കാര്യങ്ങൾ അവൻ ശിഷ്യന്മാരെയാണ് പഠിപ്പിച്ചത്. അപ്പോൾ ഇതാ എല്ലാവരെയും കർത്താവ് വിളിയിലൂടെ സ്വീകരിച്ചിട്ട് ആ വിളിക്കപ്പെട്ടവരിൽ നിന്ന് കർത്താവ് 2ാമത്തെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നു, ശിഷ്യത്വം. ശിഷ്യന് കർത്താവ് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയെ കുറിച്ച് സ്ഥാപിച്ചപ്പോൾ ഏറ്റവും വലിയ അത്ഭുതം, ഏറ്റവും മഹത്വമേറിയ രഹസ്യമേറിയ അത്ഭുതം അത് ശിഷ്യന്മാർക്ക് മാത്രമാണ് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത്. എന്നാൽ കർത്താവ് തന്റെ അവസാന കാലഘട്ടങ്ങളിൽ ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഇനി നിങ്ങളെ ദാസന്മാരെന്നല്ല വിളിക്കുന്നത്, സ്നേഹിതന്മാരെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വിളി ലഭിച്ചവൻ, അവൻ വിളിക്കപ്പെട്ടവൻ, സ്നേഹിക്കപ്പെട്ടവൻ, അവൻ ഇതാ രഹസ്യങ്ങൾ പങ്കുവെക്കുന്നവനായി ശുശ്രൂഷകയുടെ സ്നേഹിത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്നു. ആരാണ് അമ്മ എന്ന് പറയുന്നത്? അമ്മ അവകാശമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. സുവിശേഷം സ്വീകരിച്ചവന് ദൈവം കൊടുക്കുന്ന അധികാരം അവൻ വിളിക്കപ്പെട്ടവനോ സ്നേഹിതനോ അല്ല, പിന്നെയോ അവകാശിയും അധികാരിയുമായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവനാണ്. പരിശുദ്ധ അമ്മ സുവിശേഷം സ്വീകരിച്ചു. 30 വർഷം ഈ സുവിശേഷത്തിന് യാതൊരു പോറലും ഏൽക്കാതെ യേശുവിനെ വളർത്തി, അവനെ വലുതാക്കി പിതാവിന്റെ ഹിതപ്രകാരം ലോകത്തിലേക്ക് കൊടുത്തു. ആദ്യത്തെ അത്ഭുതം സംഭവിക്കും നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ അമ്മ കൂടുതലൊന്നും പറഞ്ഞില്ല. ഒരു വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഇവർക്ക് വീഞ്ഞില്ല. ഇതാ സുവിശേഷം സ്വീകരിച്ചവൻ. ആ അമ്മ സുവിശേഷം സ്വീകരിച്ചതിന് ഒത്തിരി പശ്ചാത്തലമുണ്ട്. കന്യകയായിട്ട്, നല്ല പേരുള്ളവളായിട്ട് ദേവാലയത്തിൽ ജീവിച്ചവളായിരുന്നു. അവളൊരു കന്യകയായി തന്നെ ജീവിക്കാൻ ആഗ്രഹിച്ചവളായിരുന്നു. അവരുടെ ആഗ്രഹങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ സ്വന്തം ഭർത്താവ് പോലും സംശയിച്ചവളാണ് പരിശുദ്ധ അമ്മയെ. സംശയത്തിന്റെ വേദന, സംശയത്തിന്റെ മുറിവ് എന്ന് പറയുന്നത് വളരെ ആഴമുള്ളതാണ്. ഇന്ന് കുടുംബജീവിതത്തിൽ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് സംശയിക്കപ്പെടുക എന്നുള്ളതാണ്. ദാരിദ്ര്യം, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരു അമ്മ ഒരു സ്ഥലം കിട്ടാതെ വേദനിക്കുന്നു എന്ന് പറയുന്ന വേദന. അപ്പോൾ സുവിശേഷം സ്വീകരിക്കാൻ തന്റെ സ്വന്തമായിരുന്ന സകലതും കൊടുത്തുകൊണ്ട് യേശുവിനെ സ്വന്തമാക്കി പരിശുദ്ധ അമ്മ. എല്ലാം നഷ്ടപ്പെട്ടവൾ, 30 വർഷത്തെ ചരിത്രം മുഴുവൻ പരിശോധിച്ച് നഷ്ടപ്പെട്ടവരുടെ കണക്ക് മാത്രമേ അമ്മയ്ക്കുള്ളൂ. എന്നാൽ ആ നഷ്ടപ്പെട്ട അതെല്ലാം തിരിച്ചൊറ്റ വാക്കുകൾ ലഭിക്കുന്നു, ഇവർക്ക് വീഞ്ഞില്ല. ഒരു കുടുംബത്തിലെ ഒരു ദയനീയ അവസ്ഥയിൽ ആ അമ്മ ഒന്ന് മനസ്സ് തുറന്നപ്പോഴേക്കും ഇതാ ദൈവത്തിന്റെ സുവിശേഷം, ദൈവം ഇടപെടാൻ സമയമായി എന്നുള്ള വെളിപ്പെടുത്തൽ അമ്മ വഴി ലോകത്തിന് കൊടുക്കുകയാണ്. ദൈവത്തിന്റെ ഹിതങ്ങൾ ദൈവം മനുഷ്യനിലൂടെയാണ് വെളിപ്പെടുത്തി കൊടുക്കുക. മനുഷ്യനെ കൂടാതെ ദൈവം ഒന്നും പ്രവർത്തിക്കുന്നില്ല. പുത്രൻ തമ്പുരാന് പ്രവർത്തിക്കാൻ സമയമായി എന്ന വലിയ രഹസ്യം ഒരു മനുഷ്യ വ്യക്തിയിലൂടെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇത് അമ്മയ്ക്ക് സാധിച്ചത് ഇതാ സുവിശേഷത്തിന്റെ മേൽ അധികാരമുള്ളത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, അപ്പോസ്തലന്മാർ ഈ സുവിശേഷത്തിന് മേൽ അധികാരം ലഭിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോസ്തലന്മാർക്ക് കർത്താവ് വലിയ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തു. ഞാൻ ക്രിസ്തുവാണ്, ഇതൊരു രഹസ്യമാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പരിശുദ്ധ പത്രോസ് അപ്പോസ്തലന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത രഹസ്യം ഇതാണ്: നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ ദൈവമേ എന്നാണ് ഇതാ സുവിശേഷത്തിലും പഴയ നിയമത്തിലും ദൈവത്തെ വിളിക്കുന്ന അഭിസംബോധന. അങ്ങനെയെങ്കിൽ സ്വർഗത്തിന്റെ മേൽ ഒരു വ്യക്തിക്ക് അധികാരം ഉണ്ടാകുന്നത് സുവിശേഷം ഹൃദയ നൈർമല്യത്തോടും വിശുദ്ധിയോടും കൂടി സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്കാണ്.
ഇന്ന് പലപ്പോഴും പലരും ദൈവഹിതം തിരിച്ചറിയാൻ വേണ്ടി സുവിശേഷം വായിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത് വെളിപ്പെടാൻ വേണ്ടി പലരും പലതും ചെയ്യാറുണ്ട്. എന്നാൽ കർത്താവ് വ്യക്തമായി പറയുകയാണ്, സ്വർഗത്തിന്റെ മേൽ നിനക്ക് അധികാരമുണ്ട്. ഇതാ സുവിശേഷം നൈർമല്യത്തോടെ, വിശുദ്ധിയോടെ, എളിമയോടെ ദൈവത്തിന്റെ വചനമായി നീ സ്വീകരിച്ചാൽ നിനക്ക് നിന്റെ എല്ലാത്തിന്റെ മേലും അധികാരം ലഭിക്കും. ഇന്ന് പരിശുദ്ധ സഭയ്ക്ക് നൽകിയിരിക്കുന്ന അധികാരം ഇതാണ്. സ്വർഗത്തിന്റെ മേൽ നിനക്ക് അധികാരമുണ്ട്, ഭൂമിയുടെ മേൽ നിനക്ക് അധികാരമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, അധികാരം എന്ന് പറയുന്ന ഒരു വാക്ക് അത് ലഭിച്ചത് കൊണ്ട് ആർക്കും അധികാരം ഉണ്ടാകണം നിർബന്ധമില്ല. അത് പ്രായോഗിക തലത്തിലേക്ക് വരണമെങ്കിൽ, അത് അവന്റെ ശക്തിയായി മാറണമെങ്കിൽ, സുവിശേഷം ശക്തി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, സുവിശേഷം ശക്തിയായിട്ട് അവന് മാറണമെങ്കിൽ ജീവൻ കൊടുത്ത് സുവിശേഷം ഒരു വ്യക്തി സ്വീകരിക്കണം. അതുകൊണ്ട് ഈ കാലയളവിൽ നമുക്ക് സുവിശേഷത്തിന്റെ മേൽ, സഭയുടെ സംവിധാനങ്ങളുടെ മേൽ, സമൂഹത്തിന്റെ മേൽ, സർവോപരി ദൈവത്തിന്റെ മേൽ അധികാരവും അവകാശവും ലഭിക്കണമെങ്കിൽ സുവിശേഷം സ്വീകരിക്കേണ്ട രീതിയിൽ സ്വീകരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. അതുകൊണ്ട് ഈ കാലയളവിൽ സുവിശേഷം എളിമയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും കൂടി സ്വീകരിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്കിടയാകാൻ വേണ്ടി നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. എളിമയുള്ള ഹൃദയവും അനുതാപമുള്ള ഹൃദയവും വിനീതവുമായ ഹൃദയത്തിൽ മാത്രമേ സുവിശേഷത്തിന്, വചനത്തിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഭൂമിയിൽ എല്ലാ അധികാരങ്ങളും ദൈവം മനുഷ്യന് കൊടുക്കുന്നത് സുവിശേഷത്തിലൂടെയാണ്, വചനത്തിലൂടെയാണ്. അതുകൊണ്ടല്ലേ യേശു പാരാസ്തീരയുടെ പുസ്തകം 42-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ പ്രവർത്തികൾ എല്ലാം വചനത്തിലൂടെയാണ് നിറവേറ്റപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ വചനം സ്വന്തമാക്കുന്നവന് ദൈവത്തിന്റെ മേൽ അധികാരവും അവകാശവും ഉണ്ട്. ദൈവം നമ്മുടെ എല്ലാമായി മാറുന്നത് വചനം സ്വീകരിക്കുന്നതിലൂടെയാണ്. യാക്കോബ് ശ്ലീഹ പറഞ്ഞൊരു വചനം, നാം വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരാകാതെ ആ വചനം ഹൃദയപൂർവ്വം എളിമയോടെ സ്വീകരിച്ച് പ്രവർത്തിക്കുന്നവരാകുവിൻ. വചനം കേൾക്കുന്നവൻ മാത്രമാണെങ്കിൽ അവന് പറ്റുന്ന ഒരു അബദ്ധം ഇതാ ശ്ലീഹ പറയുകയാണ്, അവൻ കണ്ണാടിയിലൂടെ തന്റെ മുഖം കാണുന്നവനെ പോലെയാണ്, കണ്ടു കഴിഞ്ഞു പിന്നീട് അവൻ ഓർക്കുന്നില്ല. ഇന്ന് പലപ്പോഴും സുവിശേഷങ്ങൾ നമ്മുടെ ഓർമ്മയിൽ തിങ്ങി നിൽക്കുന്ന ചില ചിന്തകൾ മാത്രമാണ്. സുവിശേഷം പ്രസംഗിക്കാനുള്ളത് മാത്രമല്ല, അത് ജീവിക്കാനുള്ളതാണ്. സുവിശേഷം ജീവിക്കുന്നുവെങ്കിൽ അവിടെ അധികാരവുമുണ്ട്, ശക്തിയുമുണ്ട്, എല്ലാ കൃപകൾ കൊണ്ടും നിറയാനും സാധിക്കും. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ആ വചനം, ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കുവാൻ സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏതെല്ലാം തരത്തിലുള്ള സുവിശേഷങ്ങളാണ് പ്രഘോഷിക്കപ്പെടുന്നത്? യഥാർത്ഥമായ സുവിശേഷമാണ് പ്രസംഗിക്കപ്പെടുന്നതെങ്കിൽ അവിടെ രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, അത്യുന്നതനായ ദൈവത്തിന് മഹത്വം. രണ്ട്, ഭൂമിയിൽ സുവിശേഷം സ്വീകരിക്കുന്നവർക്ക് സമാധാനം. ഇന്ന് സത്യത്തിൽ നമ്മുടെയൊക്കെ സുവിശേഷങ്ങൾ സമാധാനത്തിന് സുവിശേഷങ്ങളാണോ? രണ്ട്, നമ്മളൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടാണോ സുവിശേഷങ്ങൾ പ്രസംഗിക്കുകയും ആ സുവിശേഷങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത്? ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഒരു വ്യക്തി ജീവിക്കാൻ തുടങ്ങിയാൽ അവനിലൂടെ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ ഹിതവുമാണ്. ഈ ഭൂമിയിൽ സുവിശേഷത്തിലൂടെ യേശു പഠിപ്പിച്ച ഒരേ ഒരു കാര്യം, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടം ചെയ്യാൻ വേണ്ടി വന്നതല്ല, പിന്നെയോ പിതാവിന്റെ ഹിതം നിറവേറ്റാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് മഹത്വം മുഴുവൻ പിതാവിന് കൊടുത്തു. അതുകൊണ്ട് സുവിശേഷം മുഴുവൻ യേശുവിന്റെ ജീവിതത്തിൽ ജീവനുള്ളതായിട്ട് തീർന്നു. ജീവനുള്ള വചനം പ്രവർത്തിക്കുവാനും ജീവനുള്ള വചനം പ്രചരിക്കുവാനും ജീവനുള്ള വചനം വഴി മനുഷ്യ ജീവിതങ്ങൾ ജീവനുള്ളതാകാനും സമാധാനമുള്ളതായി തീരുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ ഈ വചനം എളിമയോടുകൂടി സ്വീകരിക്കണം. പരിശുദ്ധ അമ്മ എളിമയോടുകൂടി വചനം സ്വീകരിച്ചു. അമ്മയ്ക്ക് നഷ്ടത്തിന്റെ കണക്ക് അല്ല ഉണ്ടായത്, പിന്നെയോ നേട്ടത്തിന്റെ മാത്രം കണക്കുകളാണ്. ഇന്ന് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും മേലെല്ലാം അധികാരം പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചത് ഈ സുവിശേഷം നിർമ്മല ഹൃദയത്തോടെ, എളിമയോടെ, അനുതാപത്തോടെ സ്വീകരിക്കുക വഴിയാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സുവിശേഷം മർക്കോസ് 1:15 പറഞ്ഞതുപോലെ അനുതാപത്തോടെ, എളിമയോടെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പരിശുദ്ധ അമ്മയെ പോലെ ജീവിക്കുവാനും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധികാരങ്ങൾ സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കും. അങ്ങനെ ഈ കാലയളവിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ്
പിതാവാം ദൈവം കൊടുത്ത വചനം പരിശുദ്ധ അമ്മ സ്വീകരിച്ച് ലോകത്തിൽ യേശുവിനെ കൊടുത്തതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ വചനം സ്വീകരിച്ച് ആ വചനത്തിന്റെ ശക്തിയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തും ഭൂമിയിൽ സമാധാനം കൊടുത്തുകൊണ്ടും ഈ സുവിശേഷം വഴി ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വചനങ്ങൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ പിതാവേ, പരിശുദ്ധ അമ്മ വചനം സ്വീകരിച്ചതുപോലെ ഈ ഭൂമിയിൽ എളിമയോടും അനുതാപത്തോടും കൂടി വചനം സ്വീകരിക്കുവാനും അതുവഴി ഞങ്ങളുടെ ജീവിതം സ്വർഗത്തിൽ അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഭൂമിയിൽ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുവാനും ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി കരേറ്റുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.